കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 4 യൂണിറ്റ് 1 എവ്രിഡേ ഹീറോസ് എന്ന ഒരു പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Now let's see some other heroes who protect us. ഇനി നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്ന ചില വീരന്മാരെ, അതായത് ഹീറോസ്, നായകന്മാരെ മനസ്സിലാക്കാം. ഈ എവ്രിഡേ ഹീറോസ് എന്ന് പറഞ്ഞ പദ്യം റോബർട്ട് ലോങ്ലേ ആണ് എഴുതിയത്. ഇതില് ഇദ്ദേഹം എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സമയത്ത് ഓരോ ദിവസവും പലരും പലവിധമായ പ്രയാസങ്ങൾ നേരിടും. വെള്ളം മുഖാന്തരം, തീ മുഖാന്തരം, ആക്സിഡൻസ് മുഖാന്തരം, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. ഈ സമയത്തൊക്കെ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് യൂണിഫോം ഇട്ടിട്ടും യൂണിഫോം ഇല്ലാതെയും പലരും നമ്മളെ ചുറ്റുമുണ്ട്, നമ്മളടുത്ത് ഓടിയെത്തും. ഇവരെ കുറിച്ചാണ് എവ്രിഡേ ഹീറോസ് എന്ന പദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എവ്രിഡേ ഹീറോസ് നമുക്ക് വായിക്കാം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദേർ വെൻ ദേ ഗെറ്റ് ദ കോൾ. ഈ 4 വരികളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം, നിങ്ങൾ അവരെ യൂണിഫോമിൽ കണ്ടേക്കാം. ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ യൂണിഫോം ഇല്ലാതെയും അവരെ കണ്ടേക്കാം. ബട്ട് നോ ദേ വിൽ ബി ദേർ വെൻ ദേ ഗെറ്റ് ദ കോൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആവശ്യം വരുമ്പോൾ, അതായത് അവർക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ, അപകടം നടന്നു എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ എത്രയും പെട്ടെന്ന് ഇവർ ആ സ്പോട്ടിൽ എത്തിയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. No talk of guts and glory, more like protect and serve. ഇവിടെ എന്താ പറയുന്നത്? പ്രൊട്ടക്ട് ആൻഡ് സെർവ്, അതായത് സംരക്ഷിക്കുക, സേവിക്കുക. പ്രൊട്ടക്ട് ആൻഡ് സെർവ്, ഇത് മാത്രമാണ് ഇവരുടെ ഇമ്പോർട്ടന്റ് കാര്യം, ഇത് മാത്രമാണ് ഇവർക്ക് പ്രധാനം. അല്ലാതെ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, അതായത് നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, ഇവരെ മഹത്വപ്പെടുത്തുന്നതിലും ഇവരുടെ ധൈര്യം വർണ്ണിക്കുന്നതിലും ഒന്നും ഇവർക്ക് താല്പര്യമില്ല. എ സിംബൽ ഓഫ് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അർപ്പണബോധത്തിന്റെ പ്രതീകം. സിംബൽ എന്ന് പറഞ്ഞാൽ പ്രതീകം, ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അർപ്പണബോധം. അതായത് സ്വന്തം കാര്യങ്ങളെ മറന്ന്, സ്വന്തം ജീവനെ മറന്ന് അവര് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് ഇവരെ എ സിംബൽ ഓഫ് ഡിവോഷൻ എന്ന് പറയുന്നത്. ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. പിന്നെന്താ പറയുന്നത്? അവര് അർഹിക്കുന്ന ആദരവ് അവർക്ക് നൽകണം. കാരണം അവർ അത്രയും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവര് ഒരു ആദരവ് അർഹിക്കുന്നുണ്ട്, അവരെ റെസ്പെക്ട് അർഹിക്കുന്നുണ്ട് അവര്. ഓക്കെ, ദീസ് ആർ എവ്രിഡേ ഹീറോസ്, these men and women in hue, and don't forget the working dogs, they are heroes too. ഇവിടെ ഹ്യൂ എന്ന് പറയുന്നത് നിറമാണ്. ഹ്യൂവിന്റെ അർത്ഥം നിറം. അപ്പൊ പല നിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിനൊരു കളർ ആയിരിക്കും, ഫയർ ഡിപ്പാർട്ട്മെന്റിന് വേറെ കളർ, ഡോക്ടേഴ്സിന് വേറെ കളർ, എഞ്ചിനീയേഴ്സിന് വേറെ കളർ, അങ്ങനെ പല പല നിറങ്ങളിലുള്ള യൂണിഫോം അണിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും, അതാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ദൈനംദിന ജീവിതത്തിലെ നായകന്മാരാണ്. പിന്നെ പറയുന്നു, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. അവരുടെ കൂടെയുള്ള ഈ നായ്ക്കളെ മറക്കരുത്, അവരും ഹീറോസ് ആണ്. കാരണം പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മനുഷ്യന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ നായ്ക്കൾ പോയി മണത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പം അവരും ഈ മനുഷ്യന്മാരെ പോലെ നായകന്മാരാണ്, അവരെ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്. Know that if you need them, a hero will be near to help you in the darkest times and take away the fear. Know that if you need them, a hero will be near. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഒരു നായകനെ ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളുടെ അടുത്തുണ്ടാകും. എന്തിനാണ്? To help you in the darkest time. ഡാർക്കസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമേറിയ സമയം. നിങ്ങളൊരു അപകടത്തിൽപ്പെട്ട് നിങ്ങൾ വല്ലാതെ ഒരു വിഷമിച്ച് നിൽക്കുന്ന സമയം, ഇനി തീരെ രക്ഷപ്പെടാൻ പറ്റില്ല, മരിച്ചു പോകും, അല്ലെങ്കിൽ ഇനി വളരെ ബുദ്ധിമുട്ടിലായി പോകും എന്നൊക്കെ ചിന്തിക്കുന്ന ആ സമയത്ത് ഇവര് നിങ്ങളെ സഹായത്തിനായി എത്തും. ആൻഡ് ടേക്ക് അവേ ദ ഫിയർ, നിങ്ങളിലുള്ള ആ ഭയം ഇല്ലാതാക്കും.
അവർ നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ പേടിയൊക്കെ മാറിപ്പോകും. ഇനി ഏതായാലും ഇവർ വന്നല്ലോ, ഞാൻ ഇനി രക്ഷപ്പെടുമല്ലോ, എനിക്കിനി പ്രയാസമില്ലല്ലോ, ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭയം അങ്ങ് മാറിപ്പോകും. കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 4 യൂണിറ്റ് 1 എവ്രിഡേ ഹീറോസ് എന്ന ഈ പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തണം.